ആരോഗ്യവകുപ്പ് ജീവനക്കാരുടെ അവസരോചിതമായ ഇടപെടൽ മൂലം ബസ് യാത്രക്കാരിയുടെ ജീവൻ തിരിച്ചു കിട്ടിയ വാർത്തയാണ് ഇന്ന് ഫെസ്റ്റൂൺ ന്യൂസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ചൊവ്വാഴ്ച രാവിലെ 9 മണിയോടുകൂടിയായിരുന്നു സംഭവം. നെടുങ്കണ്ടം കോട്ടയം റൂട്ടിൽ സർവീസ് നടത്തുന്ന സെന്റ് ജോർജ് എന്ന സ്വകാര്യ ബസ്സിൽ ഏലപ്പാറ സ്വദേശിനിയായ ചന്ദ്രപ്രഭ യാത്ര ചെയ്തത്. ബസ് കുട്ടിക്കാനത്തിന് സമീപമെത്തിയപ്പോൾ ചന്ദ്രപ്രഭയ്ക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. വിവരം സമീപത്തെ മറ്റ് യാത്രക്കാരോട് പറഞ്ഞു. മഴയായതിനാൽ ഒരുപക്ഷെ ബസിന്റെ ഷട്ടറുകൾ താഴ്ത്തിയിരിക്കുന്നതാകാം അസ്വസ്ഥതയ്ക്ക് കാരണമെന്ന് കരുതി ഷട്ടറുകൾ ഉയർത്തിയെങ്കിലും ചന്ദ്രപ്രഭയുടെ ആരോഗ്യനില മോശമായി തന്നെ തുടരുകയായിരുന്നു. ബസ്സിലെ യാത്രക്കാരായ ആരോഗ്യവകുപ്പ് ജീവനക്കാരുടെ അവസരോചിതമായ ഇടപെടലുണ്ടായി. ഉടൻ തന്നെ ഇവർ തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന ഉപകരണങ്ങൾ ഉപയോഗിച്ച് ചന്ദ്രപ്രഭയെ പരിശോധന നടത്തി. രക്തസമ്മർദ്ദം കുറവാണെന്ന് മനസ്സിലാക്കിയ ഇവർ പ്രാഥമിക ചികിത്സ നൽകി. ഇതിനിടെ ചന്ദ്രപ്രഭ അബോധാവസ്ഥയിലായി. തുടർന്ന് ബസ് ജീവനക്കാരോട് പെരുവന്താനം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ രോഗിയെ എത്രയും വേഗം എത്തിക്കണമെന്ന് ഇവർ നിർദ്ദേശം നൽകി. പിന്നീട് സ്റ്റോപ്പുകളിലൊന്നും നിർത്താതെ ബസ് ചീറിപ്പാഞ്ഞു. രോഗിയെ പരിചരിക്കുന്നതിന് ഇടയിൽ ആരോഗ്യ പ്രവർത്തകരിൽ ഒരാൾ പെരുവന്താനം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ വിവരം അറിയിക്കുകയും ആംബുലൻസ് ദേശീയപാതയിലെത്തുവാൻ ഡ്രൈവർ ഹാഷിമിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. കൊടും വളവും കുത്തിറക്കവും കനത്ത മൂടൽമഞ്ഞും അവഗണിച്ച് ബസ് പെരുവന്താനം ടൗണിലെത്തിയപ്പോൾ ആംബുലൻസ് റെഡിയായി നിൽപ്പുണ്ടായിരുന്നു. ഉടൻ തന്നെ ബസ്സിൽ നിന്നും രോഗിയെ ആംബുലൻസിൽ കയറ്റി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെത്തിച്ച് അടിയന്തര ചികിത്സ നൽകി. പെരുവന്താനം കൊക്കയാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലെ മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ ജീവനക്കാരായ ട്രീസ ഡൊമിനിക്, അനു ബേബി, നിമിഷ ഷെബിൻ, ശുഭ എന്നിവരുടെ അവസരോചിതമായ ഇടപെടലാണ് ചന്ദ്രപ്രഭയ്ക്ക് പുതുജീവൻ കിട്ടിയത്. ഇന്ന് ഞങ്ങൾ സ്ഥിരം വരുന്ന സെൻറ്റ് ജോർജ് ബസ്സിൽ ഇങ്ങോട്ട് വരികയായിരുന്നു. അപ്പോൾ ഏലപ്പാറയിൽ നിന്ന് ഒരു ചേട്ടനും ചേച്ചിയും ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടിക്കാനമൊക്കെ ആയപ്പോഴത്തേക്കും പേഷ്യൻ്റ് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെ പറയുകയും ഞങ്ങൾ ചിലപ്പോൾ ഈ മഴയുണ്ടായിരുന്നു, അപ്പം ഈ ചില്ലെല്ലാം മൂടിയിട്ടൊരവസ്ഥയിലായിരുന്നു വണ്ടി. അന്നേരം അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടായിരിക്കും ഓർത്ത് ഗ്ലാസ്സൊക്കെ നീക്കി പേഷ്യൻറ്റിനെ ഒന്ന് ഇരുത്തി കഴിഞ്ഞപ്പോഴത്തേന് ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേന് പേഷ്യൻ്റ് വീണ്ടും സിക്കാവുകയും ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും കുഴഞ്ഞു വീഴുകയും ചെയ്തു. അപ്പോഴത്തേക്ക് ഞങ്ങൾ ഇവിടെ പെരുവന്താനത്ത് വർക്ക് ചെയ്യുന്ന MLSP സ്റ്റാഫ് 3 പേര് ബസ്സിലുണ്ടായിരുന്നു. പിന്നെ ഒരാളുണ്ടായിരുന്നു കൊക്കയാറ്റിൽ വർക്ക് ചെയ്യുന്ന MLSP സ്റ്റാഫും. പിന്നെ ഞങ്ങൾ 4 പേരും കൂടെ എണീറ്റ് പെട്ടെന്ന് ഞങ്ങളുടെ കയ്യിൽ BP നോക്കുന്ന മെഷീനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് പെട്ടെന്ന് BP നോക്കി കഴിഞ്ഞപ്പോൾ പേഷ്യൻറ്റ് BP വളരെ ലോ ആയിരുന്നു. പേഷ്യൻ്റ് ഭയങ്കര അവസ്ഥ നിലയിലേക്ക് പോവുകയായിരുന്നു. പെട്ടെന്ന് ബസ്സുകാരോട് ഞങ്ങൾ പറഞ്ഞു. അവരും ഞങ്ങളുടെ കൂടെ കോപ്പറേറ്റ് ചെയ്തു. ബസ് സ്റ്റോപ്പിലൊന്നും നിർത്താതെ കണ്ട് സ്പീഡിൽ ഓടിച്ച് പെരുവന്താനം ഫാമിലി ഹെൽത്ത് സെൻ്ററിലേക്ക് വിടുകയായിരുന്നു. പിന്നെ ഇവിടുത്തെ സ്റ്റാഫിനെ വിളിച്ച് പറഞ്ഞു. പെട്ടെന്ന് തന്നെ പേഷ്യൻറ്റിനെ അവിടെ നിന്ന് ഇറക്കി ഞങ്ങൾ ഇവിടെ കാഷ്വാലിറ്റി കൊണ്ടുവരികയും ഡോക്ടേഴ്സ് ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് നഴ്സുമാരും മറ്റ് സ്റ്റാഫുകളും ആംബുലൻസ് ഡ്രൈവറായിട്ടുള്ള ചേട്ടനും എല്ലാവരും കൂടി പേഷ്യൻറ്റിനെ കാഷ്വാലിറ്റി കൊണ്ടുവരികയും പ്രാഥമിക ശുശ്രൂഷ കൊടുക്കുകയും IV ഫ്ലൂയിഡ് ഒക്കെ കൊടുത്ത് പേഷ്യൻ്റ് ബെറ്ററായി. ബസ്സുകാരോട് ഏറ്റവും കൂടുതൽ നന്ദി പറയണം. അവരാണ്. പിന്നെ ഡോക്ടേഴ്സ്, ഇവിടുത്തെ സ്റ്റാഫ് എല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ചു. കറക്റ്റ് സമയത്ത് തന്നെ ഞങ്ങൾക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റിയത് കൊണ്ട് ഒരാളെ രക്ഷിക്കാൻ പറ്റി. ഭയങ്കര സന്തോഷമുണ്ട്. ഡോക്ടർ മാത്യു പി തോമസിന്റെ നേതൃത്വത്തിൽ നഴ്സുമാരായ സൗമ്യ മോൾ സെബാസ്റ്റ്യൻ, താഹിറ, ഗായത്രി എന്നിവരാണ് ആശുപത്രിയിൽ ചികിത്സ നൽകിയത്. ബസ്സിൽ ചികിത്സ നൽകിയ ആരോഗ്യ പ്രവർത്തകരെ യാത്രക്കാർ അഭിനന്ദിച്ചു. നഴ്സുമാരെന്നാൽ ആശുപത്രിയിലെ സേവനം മാത്രമല്ലെന്നും സദാ സന്നദ്ധരാണെന്നും നൽകിയ സേവനത്തിൽ സന്തോഷമുണ്ടെന്നും ചെയ്തത് തങ്ങളുടെ കടമ മാത്രമാണെന്നും ഇവർ ഫെസ്റ്റൂൺ ന്യൂസിനോട് പറഞ്ഞു. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.